നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക്. ഉടമക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ ആറ്റം ബോംബിന് ശേഷം ഹൈഡ്രജൻ ബോംബ് പൊട്ടുന്നതിന് മുമ്പുള്ള ഒരു ബോംബും കൂടി നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ദേശീയ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്യപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതും എത്രയും വേഗം ചീറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചപ്പോൾ കുറച്ചെങ്കിലും സമയം നീണ്ടു നിന്നായിരുന്നു. ഈ സമയം അതുകൂടിയില്ല. പൊട്ടിച്ച ദിവസം തന്നെ അത് ചെതറിപ്പോയി, ചീറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് തെളിവ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊളിച്ചെടുക്കൽ നടക്കുന്നത്. ഏറ്റവും വലിയ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, അതേപോലെ കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിലും അതേപോലെ തന്നെ വോട്ട് ഡിലീറ്റ് ചെയ്ത് BJP ശ്രമിക്കുകയും അതേപോലെ തന്നെ അവിടെ കോൺഗ്രസ് ജയിക്കുകയും ചെയ്യുന്നൊരു പ്രതിഭാസം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ ആ കണക്കുകൾ തെറ്റാണ്. അത്രയും വോട്ടുകളുടെ ശ്രമം നടന്നിട്ടില്ല. 5994 വോട്ടുകളുടെയാണ് ശ്രമം നടന്നിരിക്കുന്നത്. അത് ബൂത്ത് ലെവൽ ഓഫീസർ തൊട്ട് റിട്ടേണിംഗ് ഓഫീസർ വരെ എല്ലാവർക്കും അറിയാം. അവരാണത് പോലീസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പരാതി കൊടുത്തിരിക്കുക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെ ഫാക്ട്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഫാക്ട്സ് ആണ്, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബോധം ബുദ്ധിയുള്ള ക്യാപ്സ്യൂളല്ലാത്ത പ്രബുദ്ധരല്ലാത്ത ആരുടെയെങ്കിലും വീഡിയോ കണ്ടാലോ അല്ലെങ്കിൽ പബ്ലിക്കായി ഗൂഗിളിൽ ന്യൂസിൽ ഇപ്പം തന്നെ വന്നിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. എന്താ വെച്ചാൽ പൊളിച്ചടുക്കിയിട്ട് സമയങ്ങൾ വളരെ വളരെ കുറച്ച് സമയത്തുള്ളിൽ പൊളിച്ചടുക്കി വിട്ടിട്ടുണ്ട്. ഈ ഈ ഈ ഏറ്റവും വലിയ വരദാനം ഈ രാജ്യത്തിൻ്റെ BJPക്ക് കിട്ടിയത് ഈ ചങ്ങായിയാണ്. ഈ ചങ്ങായി ഉള്ളിടത്തോളം കാലം ഒരു പേടിയും പേടിക്കേണ്ട. ഇത് ഞാൻ പണ്ട് ഈ യോധയിലെ നമ്മുടെ ഊർവശി മറ്റേ ജഗദീഷ് ശ്രീകുമാറിനോട് പറയും, ഈ വെറുതെ നിന്ന് തോറ്റാൽ പോരെ, ഇങ്ങനെ ഗീർവാണം അടിക്കണോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അടുത്ത കാവിലെ പന്തയത്തിന് കാണാം, ആ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ പറയും, വെറുതെ ഇങ്ങനെ നിന്ന് തോറ്റാൽ പോരെ, എന്തിനാ ഈ വെറുതെ നാണം കെടാൻ പോണ്. എനിക്ക് ഈ മനുഷ്യനോട് അത്രേ പറയാനുള്ളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു പ്രതിപക്ഷ നേതാവല്ല. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിലെ എന്താ പറയുക, സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വോട്ട് കേസിൽ പരാതി എടുക്കാൻ പറ്റില്ല, കേസെടുക്കാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് രേഖകളിൽ ഹാജരാക്കാൻ. അപ്പോൾ അതും തീർന്നു, അതും ചീറ്റിപ്പോയി. ആദ്യത്തെ ആറ്റം ബോംബിൽ അവസാനത്തെ എന്തോ ഒരു നമ്മൾ പറയില്ലേ, മനുഷ്യ വായു ആയിരുന്നു, ഇവിടുത്തെ ആളുകളുടെ മനുഷ്യവായു ആയിരുന്നു. അപ്പോൾ അതും ചീറ്റി. എന്നാൽ ദേശീയ ലെവലിലും സംസ്ഥാന ലെവലിലൊക്കെ എന്തായാലും പൊട്ടലും ചീറ്റലും പിന്നെ കുറേ വേറെ പറയണ്ടല്ലോ അല്ലേ, ബാക്കിയുള്ള കൂട്ടുകയറി ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ മനുഷ്യനോടൊക്കെ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഊർവശി യോധയിൽ ജഗദീഷ് ശ്രീകുമാറോട് പറഞ്ഞ പോലെ, യോധ എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ട്, വെറുതെ ഒന്ന് തോറ്റാൽ മതി, ഇനി അതിൽ വേറെ മിക്സിങ് നടത്തിയിട്ട് എന്നും നാണം കെടാൻ പോകണ്ട. ഒന്നില്ലെങ്കിൽ ഒരുപാട് പാരമ്പര്യമുള്ള പ്രസ്ഥാനമല്ലേ അത്, അതിനെ പ്രതിനിധീകരിക്കുന്ന ആളല്ലേ. അദ്ദേഹം പറയുകയാണ്, ഞാൻ കോർട്ടിൽ എന്തിനാ പോണ്, എനിക്ക് ഇവിടുത്തെ രാജ്യത്തെ ഡെമോക്രസി അതായത് ജനാധിപത്യത്തെ സംരക്ഷിക്കലല്ല എൻ്റെ ഉദ്ദേശം. ഇത് ഞാൻ പറഞ്ഞു, എൻ്റെ ഓപ്പോസിഷൻ റോൾ അതായത് പ്രതിപക്ഷത്തിൻ്റെ റോളാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് നോർമൽ പൊസിഷനിൽ. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ അവിടെയൊക്കെ പോയിട്ട് വല്ല കാര്യമുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിച്ചുമയും പറയണത് തന്നെ നല്ലത്. അത് കേൾക്കാൻ ആളുണ്ടാവും. അപ്പോൾ ആ കേൾക്കേണ്ടവർ കേൾക്കുക, വിഴുങ്ങേണ്ടവർ വിഴുങ്ങുക. എന്തായാലും എല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട് ഓരോരോ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.